Hi friends, welcome to Pratap G Tech. Redmi K20 നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ ആണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടിയും MIയുടെ ബാൻഡ് കൂടി നമ്മുടെ കിട്ടിയിട്ടുണ്ട്, ബാൻഡ് 4. ഇന്ന് ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ബാൻഡാണ്. നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ അപ്ലോഡ് ചെയ്യും. മറക്കാതെ കാണുക. എന്തായാലും ഈ ഒരു റേഞ്ചിൽ വാങ്ങിക്കാവുന്ന ഏറ്റവും നല്ല ബാൻഡാണ് എന്നാണ് ഇപ്പോൾ അതിൻ്റെ റിവ്യൂ ഇതുവരെ വന്ന് ഞാനും കണ്ടിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഒരു റിവ്യൂ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. അഥവാ ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ Redmi K20യുടെ ബോക്സ്. അപ്പോൾ നമുക്കിതിനെ ഫസ്റ്റായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. ഓരോ സ്റ്റിക്കറും വലിച്ചു പൊളിക്കുന്ന ആ ഒരു രീതിയല്ല, പകരം ഇത്തിരി ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ K20 അതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ടോപ്പിൽ നമുക്കൊരു ബോക്സ് വേറെ കിട്ടുന്നുണ്ട്. ആ ബോക്സിനകത്ത് ഡോക്യുമെൻസും അതേപോലെ ഒരു കേസുമാണ് വരുന്നത്. സിഗ്നേച്ചർ ടൂളും അവിടെ കാണാം. കേസ് ഇത്തിരി സ്ട്രോങ് ആണ്, നല്ലൊരു സ്ട്രോങ് ആയ ഒരു കേസാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. എന്തായാലും നല്ല കാര്യമായി. ഇത്തിരി സ്ട്രോങ് ഗ്ലാസ് ഡിസൈനൊക്കെ ആകുമ്പോൾ ഇത്തിരി സ്ട്രോങ് ആയ ഒരു കേസ് ഉള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ആ ബോക്സിലുള്ളത്. ഇനി നമുക്ക് ചാർജറിൻ്റെ കാര്യത്തിലേക്ക് വരാം. 9 വാട്ട് ടു ആകുമ്പോൾ 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ K20യുടെ ബോക്സിൽ 18 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. കേബിള് നമുക്ക് ടൈപ്പ് സി കേബിൾ തന്നെയാണ്. ഇപ്പോൾ Redmi K Note 7 Pro, Note 7 ഒക്കെ തൊട്ടിങ്ങോട്ട് എല്ലാ ഫോണുകളിലും ഈ റേഞ്ചിൽ നമുക്ക് ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. Redmi K20 ഇതാണ് നമ്മുടെ Redmi K20. അതിൻ്റെ ഡിസൈൻ കാണാം. റെഡ് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലൊരു രസകരമായ ഒരു കളറൊക്കെ ആയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് പറയാം. Redmi K20 ഡിസ്പ്ലേ 6.39 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 730 ആണ്. 2.2 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. GPU Adreno 618. ഡുവൽ നാനോ സിം സപ്പോർട്ട് ചെയ്യുന്നു. മെമ്മറി കാർഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. ക്യാമറ 48 മെഗാപിക്സൽ സോണി IMOS 582 ആണ്. f1.7 ആപ്പച്ചറിൽ 8 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസ് f2.4 ആപ്പച്ചറിൽ വരുന്നു. 13 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് f2.4 ആപ്പച്ചറിൽ. സെൽഫി 20 മെഗാപിക്സൽ f2.2 ആപ്പച്ചറിലും വരുന്നുണ്ട്. ബാറ്ററി 4000 mAh ബാറ്ററി ഉണ്ട്. 9 വാട്ട് ടു ആകുമ്പോൾ ചാർജർ ബോക്സിൽ അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയർ MIUI 10 Android 9 ബേസ്ഡ് ആണ്. പ്രൈസ് 6GB RAM 64GB വേരിയന്റിന് 21,999 രൂപയാണ്. 6GB RAM 128GB സ്റ്റോറേജിന് 23,999 രൂപയാണ്. നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ട് വഴിയും mi.com വഴിയും ഇത് വാങ്ങിക്കാൻ സാധിക്കും. നമുക്ക് ഡിവൈസിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡിവൈസ് ഓൺ ചെയ്യാം. പോപ്പപ്പ് ക്യാമറ, അഥവാ റേസിംഗ് ക്യാമറ എന്നൊക്കെ പറയുന്ന പോപ്പപ്പ് സംവിധാനമാണ് ഇവിടെ ക്യാമറയ്ക്ക്, സെൽഫി ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്നത്. 3.5mm ഹെഡ്ഫോൺ ജാക്ക്, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ തുടങ്ങിയവയാണ് നമ്മൾ ടോപ്പ് സൈഡിൽ കാണുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം ബട്ടണുകൾ നമുക്ക് ആദ്യം കാണാം. അത് കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് പവർ ബട്ടണും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് മെയിൻ മൈക്രോഫോൺ, തൊട്ടപ്പുറത്ത് ടൈപ്പ് സി പോർട്ട്. പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ സിം ട്രേ നമുക്ക് കാണാം. സിം ട്രേ തവണ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. എവിടെയാണെങ്കിലും നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എത്ര സിം ഇടാൻ പറ്റും, മെമ്മറി കാർഡ് ഇടാൻ പറ്റുമോ എന്നൊക്കെ. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡുവൽ സിമ്മിൻ്റെ ഒരു സെറ്റപ്പാണ് കാണുന്നത്. ഡുവൽ സിമ്മ് മാത്രമേ പറ്റുള്ളൂ. ഹൈബ്രിഡ്, അതായത് സിമ്മും മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നൊരു സംവിധാനമേ ഇല്ല. ജസ്റ്റ് 2 സിമ്മ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കാണുന്നത്. സോണി IMOS 582 ആണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. 86 ക്വാളിറ്റിയിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ക്യാമറ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. ഇനി ഡിവൈസ് ബൂട്ടപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വരാം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനത് സെറ്റപ്പ് ചെയ്യാൻ പോകണം. സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പക്ഷേ അതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഡിവൈസ് ബൂട്ടപ്പ് ചെയ്തിരിക്കുകയാണ്. പോപ്പപ്പ് ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഫേസ് അൺലോക്കിന് വേണ്ടി ഞാനിപ്പോൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പവർ ബട്ടൺ അമർത്തിയിട്ട് സ്വൈപ്പ് ചെയ്താലാണ് ഇത് ഓപ്പണായി വന്നിട്ട് ഓട്ടോമാറ്റിക്കലി താഴ്ന്നു പോകും. ഇതിപ്പോൾ ഇത്തിരി സ്ലോ ആണ്, ക്ലിയർ ആയിട്ട് താഴാറുണ്ട്. ഇപ്പോൾ ഇത്തിരി ലാഗ് അടിച്ചെങ്കിലും അവൻ താഴ്ന്നു പോകും, തനിയെ താഴ്ന്നു പോകും. ഇനി എബൌട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. റെഡ്മി, അതേപോലെ Redmi K20 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. Android 9 പൈലാണ് വർക്ക് ചെയ്യുന്നത്. സെക്യൂരിറ്റി പാച്ച് ലെവൽ 1.6, അതും നല്ല കാര്യം. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. MIUI വെർഷൻ 10.3.6 എന്നുള്ളൊരു വെർഷനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ 6GB RAM വേരിയൻ്റ് ആണ്. 128GB 115GB ആണ് യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് പൈയുടെ ലോഗോയാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ്രോയിഡ് പൈയിലാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. MIUI 10 ബേസ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് പൈയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതേപോലെ നല്ലൊരു ഡിസൈൻ, എന്തായാലും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി ഫ്രണ്ടിലും ബാക്കിലും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ആയ ഒരു ഡിവൈസാണ്. വിത്ത് നമുക്ക് നല്ലൊരു കേസ് കിട്ടുന്നുണ്ട്. വേണ്ടവർക്കൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഇവിടെ ആപ്ലിക്കേഷനുകൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ xiaomiയുടേതല്ലാത്ത തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, നോർമലി ഏത് ഫോണിലും ചെയ്യുന്ന പോലെ. അപ്പോൾ ബ്ലൂടൂത്ത് വയേഴ്സിൻ്റെ ശല്യം നമുക്ക് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി സ്റ്റാർ വാല്യൂ നോക്കാം. *#0
1.07# എന്നടിച്ചാൽ നമുക്ക് സാർ വാല്യൂ കാണാം. 1.07 എന്ന് പറയുന്നതാണ് സാർ വാല്യൂ. 1.6 ആണ് ഇന്ത്യയുടെ ലിമിറ്റ്. ഇവിടെ 1.07 ഉള്ളൂ, 1 ഉള്ളൂ. അപ്പോൾ അതൊരു ഇഷ്യൂ അല്ല. ലിമിറ്റിനകത്താണ് വരുന്നത്, ലിമിറ്റിന് പുറത്ത് പോയാലാണ് പ്രശ്നമുള്ളൂ. ബോഡി സാർ വാല്യൂ 0.723 എന്ന് പറയുന്ന ഒരു നല്ല സാർ വാല്യൂയും കാണാം. ഇനി നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ മുകളിൽ നിങ്ങൾക്ക് ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലുള്ള ഫീച്ചറുകളും കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഫേസ് അൺലോക്കിനെ വർക്ക് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് സ്വൈപ്പ് ചെയ്യണം, അതാണ് ഇവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടായത്. ജസ്റ്റ് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ ഹോം സ്ക്രീനിലേക്ക് പോകുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അതിൻ്റെ സെറ്റിംഗ്സിൽ നോക്കി അതിനുള്ള ഓപ്ഷൻ കണ്ടില്ല. എന്തായാലും ഞാൻ സ്വൈപ്പ് ചെയ്താൽ ഫേസ് അൺലോക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടി ഹാൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഫേസ് അൺലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയ്ക്കൊരു ഫാസ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ സ്മൂത്താണ്. DRM ഇൻഫോ, അതായത് വൈഡ് ബൈൻ L1ന്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള സർവീസുകളിൽ നിന്നും ഫുൾ HDയിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറ ടു API, അതായത് ഗൂഗിൾ ക്യാമറ പോലെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ലെവൽ 3 എനേബിൾഡ് ആയിരിക്കണം. ഈ ഡിവൈസിൽ ലെവൽ 3 എനേബിൾഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്യാമറ പോലുള്ള സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ക്യാമറ ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ക്യാമറ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, ഫോട്ടോ, അതേപോലെ 48 MP, അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, പനോരമ, അങ്ങനെ ഒരു ക്യാമറയിൽ കാണുന്ന ടിപ്പിക്കലായിട്ടുള്ള എല്ലാ ഫീച്ചറുകളും ഉണ്ട്. പ്രോ മോഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഫോണിൻ്റെ ഇൻ്റർഫേസിൽ വരുന്നുണ്ട്. അത്രയുമാണ് നമുക്ക് താഴെ കാണുക. ഇനി നമുക്കിതിൻ്റെ വീഡിയോ സെക്ഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഇതിനകത്ത് നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് വരുന്നത് നമുക്ക് സെറ്റിംഗ്സിലേക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് നമുക്കിതിൻ്റെ സെറ്റിംഗ്സ് ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ക്വാളിറ്റി എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വീഡിയോ റെസൊല്യൂഷനുകൾ എത്രയൊക്കെയാണെന്ന് അറിയാൻ പറ്റും. 4K 30 frames/s, അതേപോലെ ഫുൾ HD 30 frames/s, അതേപോലെ ഫുൾ HD 60 frames/s, 720 30 frames/s, അങ്ങനെയുള്ള എല്ലാവിധ നോർമലായി കാണുന്ന എല്ലാ റെസൊല്യൂഷനുകളും നമുക്കിതിൽ അവൈലബിൾ ആണ്. 4K 30 frames/s കിട്ടുള്ളൂ. K20 Proയിൽ നമുക്ക് 60 frames/s 4K നമുക്ക് കിട്ടും. ഇവിടെ 30 frames/s വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാമറയുടെ ഭാഗത്ത് മെയിനായിട്ട്. അതുപോലെ സ്ലോ മോഷനും നമുക്ക് അവൈലബിൾ ആണ്. അതിന് സൂപ്പർ സ്ലോ മോഷൻ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അത് അത്രയും വലിയൊരു സംഭവം തരില്ല എങ്കിലും 960 അത് അത്ര വലിയൊരു സംഭവം അല്ലെങ്കിലും ബാക്കിയുള്ള 120ഉം 240ഉം തീർച്ചയായിട്ടും മികച്ച പെർഫോമൻസ് തരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അടുത്ത ക്യാമറ റിവ്യൂവിൽ ഞാൻ കൃത്യമായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും നല്ലൊരു ക്യാമറ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലേക്ക് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ പോപ്പപ്പ് ക്യാമറ അവിടെ പൊന്തി വന്നു. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല ഫാസ്റ്റായ ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു സെൽഫി, വെറുതെ ഒരു സെൽഫി ക്ലിക്ക് ചെയ്തതിന് പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ പ്രോസസ്സിങ് ടൈം, സെക്കൻഡ് നിസ്സാരമേ ഉള്ളൂ, എങ്കിലും പ്രോസസ്സിങ് കാണിക്കാൻ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആ പ്രോസസ്സിങ് കാണിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒരു ടാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു 1-2 സെക്കൻഡിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം കാണിക്കുന്നുണ്ട് ഒരു സെൽഫിക്ക്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെയാണ് വൈഡ് ആംഗിളും മറ്റ് 2x സൂം ഒക്കെ കിട്ടുന്നത്. ഈ ഒരു ഐക്കണിലാണ്. ഇവിടെ നമുക്ക് 2x സൂം ചെയ്യാം. അപ്പോൾ സൂം ആയിട്ടുണ്ട്. അതേപോലെ ഇതിൽ വീണ്ടും ടാപ്പ് ചെയ്താൽ ആ സൂം ആയിരിക്കുന്ന അവസ്ഥയിൽ ടാപ്പ് ചെയ്താൽ ഇതുപോലെ വൈഡ് ആംഗിളിലേക്ക് പോകും. അപ്പോൾ ഇത് വൈഡ് ആംഗിളാണ്. ഇനി നോർമൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് വൈഡ് ആംഗിളിനുള്ള ഓപ്ഷൻ ഇരിക്കുന്നത്. ഇനി കുറച്ച് ഇമേജ് സാമ്പിളുകളാണ്. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് Redmi K20യുടെ 48 MP ക്യാമറയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ റിവ്യൂവിൽ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. എന്നാൽ ഇപ്പോൾ കുറച്ച് സാമ്പിളുകൾ കാണുക. എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും യാതൊരു ഇഷ്യൂസും ഇല്ല. എല്ലാം നല്ല ക്വാളിറ്റി, നല്ല ഡീറ്റെയിൽസ് ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോർട്രേറ്റ് മോഡും ഒരു നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സാധാരണ ഇമേജ് ആണെങ്കിലും ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ നമുക്കിതിൻ്റെ സെൽഫി ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും തന്നെയുണ്ട്. അപ്പോൾ ക്യാമറ, റിയർ ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഒറ്റ നോട്ടത്തിൽ അടിപൊളിയാണ്. കൂടുതൽ വിശദമായിട്ട് ഞാൻ ക്യാമറ റിവ്യൂവിൽ അത് വിശദമാക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ്, ക്യാമറ തുടങ്ങി മറ്റുള്ള എല്ലാ വീഡിയോസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിൽ വരും. വീഡിയോസൊക്കെ മുടങ്ങാതെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.